വെൽക്കം ടു ജീവനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈൻഡ് കെയർ. എപ്പോഴെങ്കിലും തെറാപ്പി സെഷൻസിൽ റെസിസ്റ്റൻസ് കാണിക്കുന്ന ക്ലയൻസിനെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഒരു തെറാപ്പിയുടെ പ്രോഗ്രസിനെ തടയുന്ന ക്ലയന്റിന്റെ ഭാഗത്തു നിന്നുമുള്ള ഏത് ബിഹേവിയറും റെസിസ്റ്റൻസ് ആയി നമുക്ക് കണക്കാക്കാം. പലപ്പോഴും ക്ലയന്റ് കാണിക്കുന്ന റെസിസ്റ്റൻസ് ഒരു തെറാപ്പിയെ സംബന്ധിച്ച് ഒരു ഡെഡ് എൻഡായി നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷെ ഇത് ആക്ച്വലി ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ജേർണി. ചില സമയം ക്ലയൻസ് റിപ്പീറ്റഡ് ആയ സൈലൻസ് ആയിരിക്കും പിന്തുടരുന്നത്. എന്നാൽ ചില സമയമാകട്ടെ സെഷൻസ് മിസ് ചെയ്യും. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിന്നും പെട്ടെന്ന് തെന്നി മാറുക, ദേഷ്യപ്പെടുകയോ തെറാപ്പിസ്റ്റിനെ കളിയാക്കുന്ന രീതിയിലോ സംസാരിക്കുക, ഇതെല്ലാമാണ് കോമൺ സൈൻസ് ഓഫ് റെസിസ്റ്റൻസ്. പലപ്പോഴും അത് അവരുടെ തന്നെ വളർന്നബിലിറ്റിക്കെതിരെയുള്ള ഒരു ഡിഫൻസ് ആക്ട് ആയിരിക്കാം. അതർവൈസ് തെറാപ്പിസ്റ്റിനടുത്തുള്ള ഒരു മിസ്ട്രസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഇനിയും ഹേർട്ട് ചെയ്യപ്പെടുമോ എന്ന ഭയം കൊണ്ടോ കാണിക്കുന്ന റെസിസ്റ്റന്റ് ബിഹേവിയർ ആയിരിക്കാം. തെറാപ്പിയെ കുറിച്ചുണ്ടാവുന്ന ധാരണാക്കുറവും റെസിസ്റ്റന്റ് ബിഹേവിയേഴ്സിലേക്ക് നയിക്കാം. എങ്ങനെ ഇത്തരം സാഹചര്യങ്ങളിൽ ക്ലയൻസിന്റെ റെസിസ്റ്റന്റ് ബിഹേവിയറെ ഓവർകം ചെയ്യാം? ബിൽഡ് എ സ്ട്രോങ് റാപ്പോർട്ട് ഫസ്റ്റ്. ക്ലയന്റിന്റെ അടുത്ത് ഒരു സ്ട്രോങ് റാപ്പോർട്ട് ബിൽഡ് ചെയ്യുന്നതിലൂടെ ശക്തമായ ട്രസ്റ്റ് നമുക്ക് രൂപീകരിച്ചെടുക്കുവാനായി സാധിക്കും. ഗോൾസിനേക്കാൾ അധികം ശക്തമായ ഒരു റാപ്പോർട്ടിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. റെസിസ്റ്റൻസിനെ നോർമലൈസ് ചെയ്തുകൊണ്ട് ക്ലയൻസിനോട് സംസാരിക്കുക. ആ സമയത്തെ ക്ലയന്റിന്റെ മാനസികാവസ്ഥയെ വാലിഡേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുക. ക്ലയന്റിനെ സംബന്ധിച്ച് ഡീപ്പായ ടോപ്പിക്സ് ട്രസ്റ്റ് പൂർണ്ണമായി രൂപീകരിക്കപ്പെട്ടതിന് ശേഷം മാത്രം ചോദിക്കുക. ഒരിക്കലും റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യേണ്ടത് കൺട്രോളിലൂടെയല്ല, കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്ന വഴിയാണ്. റെസിസ്റ്റൻസ് ഇസ് എ കമ്മ്യൂണിക്കേഷൻ, നോട്ട് എ ഡിഫെൻസ്. Stay calm, empathetic and flexible.